ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ കൊച്ചുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് തലേന്ന് കേക്ക് ഓർഡർ ആക്കാനും ഫുഡ് ഓർഡർ ആക്കാനും അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനും ബലൂൺസൊക്കെ വാങ്ങിക്കാനും ആയിട്ടൊക്കെ പോയേക്കുമായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്കുള്ള ട്വിസ്റ്റൊക്കെ ഞാനാണെങ്കിൽ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക അത്. ബിക്കോസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കൊച്ചുവിനാണെങ്കിൽ എവിടെ ചെന്നാലും അവൾക്ക് ഡ്രസ്സ് കിട്ടില്ല. പക്ഷേ ഇവിടെ ചെന്ന് നമ്മൾ കുറേ തപ്പി ലാസ്റ്റ് അവസാനം നമുക്ക് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി അവർ കളക്ഷൻസ് അവർ സെയിൽസ് ഗേൾസ് ആണെങ്കിലും എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അവളുടെ അളവിനെടുത്ത് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറ്റ് ലാസ്റ്റ് ആണെങ്കിൽ ഒരു ഡ്രസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാ അങ്ങനെയൊന്നും പറ്റുന്നതല്ല, പക്ഷേ ഈ ഡ്രസ്സാണ് അവൾക്ക് എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വപ്നയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ വന്ന വഴിക്ക് കേക്ക് വേൾഡിൽ കയറി കേക്ക് ഓർഡർ ചെയ്യുന്ന വഴിക്ക് അവക്കാഡോ ഷേക്കും ഫലൂഡയും മലബാർ ഫലൂഡയും പിന്നെ ആണെങ്കിൽ പുട്ട് ഐസ്ക്രീം നമ്മളുടെ ഓൾഡ് ഫാഷനായിരുന്നു അല്ലേ. ഒരു 2022 ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള പുട്ട് ഐസ്ക്രീം പപ്പായ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മേടിച്ച് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ബൈ.